റീൽ പ്രൊമോഷൻ മറ്റ് സംഗതികൾ എന്നൊക്കെ പറഞ്ഞ് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഒരു എഡിറ്ററും ഇല്ലാതെ പെരുമാറുന്ന ഇത്തരം ഈ സംവിധാനങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നില ഒരു ഘട്ടത്തിൽ ഒരു വശത്ത് സിനിമക്കാരും എടുക്കുന്നുണ്ടെന്നാണ് ഞാൻ പറയുക. അപ്പോൾ ഔചിത്യം എന്ന് പറയുന്ന സംഗതി അവിടെ ക്യാമറ ഉപയോഗിക്കുന്നവർക്ക് മാത്രമല്ല, അവിടെ പല ആളുകളിലും നമ്മൾ കണ്ടിട്ടില്ല. ഇത് രണ്ടാമത്തെ കാര്യം, ഈ ക്യാമറകളുടെ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ അതിൻ്റെ അവസാനം സലീം കുമാറിൻ്റെ മരണത്തിൻ്റെ അദ്ദേഹത്തിന് ഗൺ സല്യൂട്ടോ മറ്റോ എന്താണ് അന്തിമോപചാരം അർപ്പിക്കുന്ന സമയത്ത് സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതി കൊടുക്കുമ്പോൾ അതിൻ്റെ ക്ലോസ് ഷോട്ട് കിട്ടാൻ ആളുകൾക്കിടയിലൂടെ ഇടിക്കുകയാണ് ഈ മൊബൈൽ ക്യാമറകൾ. അപ്പോൾ അതാണ് ഈ അദ്ദേഹത്തിൻ്റെ മകനെ പ്രകോപിതനാക്കിയ ഒരു ഘടകം. അപ്പോൾ ആ സംസ്കാരത്തിൽ നമ്മൾ പുറകോട്ട് പോകണമെങ്കിൽ ഇനിയിപ്പോൾ ലോ എൻഫോഴ്സ്മെൻറ്റ് കൊണ്ട് എന്തുമാത്രം പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. പോലീസ് ഇപ്പോൾ പറയുന്നുണ്ട് സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നത് കുറ്റമാണ്, നടപടി എടുക്കുമെന്നൊക്കെ പറഞ്ഞാലും പോലീസ് എന്തുമാത്രം അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. മനുഷ്യരുടെ ഇപ്പം ചന്തു കാണിക്കുന്ന അയാളുടെ ഒരു വൈകാരിക പ്രകടനത്തിൽ നിന്ന് ഈ മൊബൈൽ ക്യാമറ കൊണ്ട് ഇടിച്ചു ചെല്ലുന്ന ഈ ബിസിനസ് ഹൗസുകളും മനുഷ്യന്മാരും മനസ്സിലാക്കണം നമ്മൾ ഈ ചെയ്യുന്നത് അന്യായമാണ്, ഒരു കുറ്റകൃത്യമാണ് എന്ന്. രണ്ടാമത്തെ കാര്യമുണ്ടല്ലോ, ഞാൻ വേറൊരു വശം പറയുകയാണ്. ഈ സിനിമക്കാരെ സംബന്ധിച്ചും അവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അവരും വല്ലാതെ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന സംഗതികളെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കും. ഈ സിനിമയുടെ ഈ റീൽ പ്രൊമോഷൻ മറ്റ് സംഗതികൾ എന്നൊക്കെ പറഞ്ഞ് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഒരു എഡിറ്ററും ഇല്ലാതെ പെരുമാറുന്ന ഇത്തരം ഈ സംവിധാനങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നില ഒരു ഘട്ടത്തിൽ ഒരു വശത്ത് സിനിമക്കാരും എടുക്കുന്നുണ്ടെന്നാണ് ഞാൻ പറയുക. ഇപ്പം മറ്റ് മാധ്യമ സ്ഥാപനങ്ങൾ, പരമ്പരാഗത മാധ്യമ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അതിനകത്ത് പോകുന്ന കണ്ടന്റിനെ കുറിച്ചോ അവർ ചെയ്യുന്ന അന്യായത്തെക്കുറിച്ചോ എല്ലാം ചോദിക്കാനുള്ള ആളുണ്ട്, അല്ലെങ്കിൽ അതിനെല്ലാം ഉത്തരം പറയാൻ ഇവിടെ എഡിറ്ററുണ്ട്. മറ്റൊന്നുമില്ല. അത്തരം ഒരു നിലയ്ക്കുമുള്ള ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഈ സംഘത്തെ ഒരർത്ഥത്തിൽ കടത്തി പറഞ്ഞാൽ വഷളൻ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിങ്ങൾ എന്തുമാത്രം എടുത്തിട്ടുണ്ടോ എന്ന് സിനിമയ്ക്കകത്ത് നിൽക്കുന്ന ആൾക്കാരും ചിന്തിക്കേണ്ടതാണ്. ഇറസ്പോൺസിബിളായ ആളുകൾ മുഖം മറച്ചും മാസ്ക് വെച്ചും ക്യാപ്പ് വെച്ചും ഒക്കെ വന്നാണ് പലരുടെയും വീഡിയോ എടുക്കുന്നത്. മോശം ആംഗിളുകൾ എടുത്തിട്ട് അവയെല്ലാം മോശം ക്യാപ്ഷൻ കൊടുത്ത് അപ്ലോഡ് ചെയ്ത് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ അകറ്റി നിർത്താനുള്ള തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടോ എന്ന്, നിങ്ങൾ അവർക്ക് പ്രോമിനൻസ് കൊടുക്കുകയും അവർക്ക് പ്രിഫറൻസ് കൊടുക്കുകയും ചെയ്യുന്ന നിലപാട് നിങ്ങൾ എടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങളും ആലോചിക്കേണ്ട സമയമാണ്. കാരണം എന്താണ്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ ആ മരിച്ചു കിടക്കുന്നതിൻ്റെ വേദന പോലും മനസ്സിലാക്കാതെ അവിടെയും തള്ളിക്കയറി വന്നിരിക്കുന്നു. നിങ്ങളുടെ ഭയങ്കരമായിട്ടുള്ള സെലിബ്രേഷൻ മൊമെൻറ്റുകളെ ആഘോഷമാക്കിയവർ ഇവിടെയും വന്നിരിക്കണം. അവർക്കെല്ലാം ഒരേപോലത്തെ വിഷ്വൽസാണ്. സോ അതുകൊണ്ട് അത്തരം ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാകണമെന്ന് ചലച്ചിത്ര മേഖലയും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത് നമ്മുടെ ഒരു കെടുതിയാണ്, ഈ കാലത്തിൻ്റെ ഒരു കെടുതിയാണ്. അതാ ഞാൻ പറയാം. അതായത് സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ സ്പേസിനെ ഉപയോഗിച്ചുകൊണ്ട് കച്ചവടം ചെയ്യാൻ ഇറങ്ങിക്കുന്ന ആളുകൾ, അതിനകത്ത് വ്യൂ ഉണ്ടാക്കാൻ ഇറങ്ങുന്ന ആളുകളുടെ ഈ പുറപ്പാട്, അതിനെ ഒരു മനുഷ്യൻ ചെറുക്കാൻ തയ്യാറായി വന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കൂടുതൽ ആളുകൾ അതിനെതിരായിട്ട് ശബ്ദിക്കാൻ തക്ക കഴിയുന്ന ആളുകളായിട്ട് ഉയർന്നു വരട്ടെ. അപ്പോൾ ഒരുപക്ഷെ ഇവർക്ക് പിന്മാറേണ്ടി വരുമായിരിക്കും.